ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടേതായിട്ടുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമില്ലേ? അപ്പം ഞാനും പറയണ്ടേ അതൊക്കെ നിങ്ങളോട്. അപ്പോൾ ലൈവിലൂടെ ചില ആൾക്കാർക്കൊക്കെ വിശേഷങ്ങളും നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് നമ്മുടേതായിട്ടുള്ള കൊച്ചു വിശേഷങ്ങൾ അറിയിക്കുന്നു മാത്രം കേട്ടോ. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. കുറച്ച് പേര് നമ്മുടെ കൂടെയുള്ളെങ്കിൽ അത് മതിയില്ലേ നമുക്ക്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരു വിഷു ദിനം ആശംസിക്കുന്നു കേട്ടോ. നല്ല രീതിയിൽ എല്ലാവരും കുടുംബാംഗങ്ങളുടെ ഒപ്പം നിന്ന് വിഷു ഭംഗിയായി ആഘോഷിക്കുക. പിന്നെ എന്താ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഒരു വിശേഷം എന്ന് പറയാനുള്ളത്, രാജുവേട്ടൻ ഹോസ്പിറ്റലിലായിരുന്നു. 2 ആഴ്ചയോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പിന്നെന്താ, ഒരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആൾക്ക്. പനിയായിട്ടാണ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തൃശ്ശൂർ നമ്മുടെ മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ, മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ ഒരു 16 ദിവസം അഡ്മിറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വലിയ കാര്യമാവില്ല എന്നൊക്കെ വിചാരിച്ച ഒരു കാര്യം ഡോക്ടറെ പോയി കണ്ടതിന് ശേഷം അതൊരു കാര്യമായി തന്നെ വന്നു. പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. വീട്ടിൽ നമ്മൾ തിരിച്ചു വന്ന്, നമ്മൾ അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ടൊന്നും എല്ലാം പോയിട്ടുണ്ടായിരുന്നേ. പനി കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഡോക്ടറെ കാണിക്കണം എന്നുള്ള രീതിയിൽ പോയതായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ആളുടെ കണ്ണിലും കൈവെള്ളയിലും ഒക്കെ മഞ്ഞ കളർ കണ്ടു, നഖത്തിലൊക്കെ മഞ്ഞ കളറൊക്കെ കണ്ടപ്പോൾ ഡോക്ടർമാർക്ക് പിന്നെ അറിയാമല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, രാജീവ് പനി മാത്രമല്ല, നമുക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്, നമുക്കതൊക്കെ ഒന്ന് തീർത്തിട്ട് പോയാൽ പോരെ എന്ന് ചോദിച്ചു. അങ്ങനെ രാജീവേട്ടൻ്റെ അടുത്ത് സമ്മതം ചോദിച്ചപ്പോൾ രാജീവേട്ടൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളവിടെ അഡ്മിറ്റായപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിലൊന്നല്ല, കുറച്ച് ദിവസം വേണ്ടി വന്നു. അങ്ങനെ ഇപ്പോഴും കോഴ്സ് മരുന്നൊന്നും തീർന്നിട്ടില്ല. നമ്മൾ ഡിസ്ചാർജ് ചോദിച്ചു മേടിച്ചിട്ടുള്ളതാണ്. 2 ആഴ്ചയ്ക്ക് മേലെ ഇനിയും പോകുമെന്ന് തോന്നിയപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് മെഡിസിൻ കഴിച്ചോളാം, കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്നുള്ളത് ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ അങ്ങനെ സമ്മതിച്ച പ്രകാരം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയതാണ് കേട്ടോ. അപ്പോൾ എവിടെയായിരുന്നു നമ്മളെന്ന് ചോദിച്ചവരോട് മാത്രമുള്ള മറുപടിയാണ്, നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളത് എനിക്ക് ആ ഒരു ഹോസ്പിറ്റലിലായ സമയത്ത് എനിക്ക് മനസ്സിലായി. ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ദൈവമേ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഈ ഒരു യൂട്യൂബ് ഫാമിലി എത്രത്തോളം നമ്മുടെ കൂടെ പ്രാർത്ഥനയായിട്ട് കൂടെ നിന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്കും രാജീവേട്ടനും നന്നായിട്ട് അറിയാം കേട്ടോ. ഓരോ അംഗങ്ങളും നമ്മുടെ കൂടെ നിൽക്കുന്ന ഓരോരുത്തരും വാട്സപ്പിലൂടെ അവർക്കറിയാവുന്ന രീതിയിൽ അവർ വാട്സപ്പിലൂടെ ആണെങ്കിലും നമ്മുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നമ്മളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ച് വാട്സപ്പിലൂടെ ആണെങ്കിലും അതുപോലെ ഫോൺ കോളിലൂടെ ആണെങ്കിലും ഒരുമാതിരി നമ്മളെ എന്താ പറയുക, അത്രത്തോളം നമുക്ക് സപ്പോർട്ട് ചെയ്ത് തരുന്ന രീതിയിൽ ചിലരൊക്കെ അവർ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ അവരുടേതായിട്ടുള്ള മതവിശ്വാസങ്ങളിൽ പ്രാർത്ഥിച്ച് ലൈവ് ചെയ്ത് ആ ലൈവിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം ഇട്ട് തന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അയ്യോ, എനിക്കതൊക്കെ കണ്ടപ്പോഴുണ്ടല്ലോ, നമ്മൾ ശരിക്കും നമുക്ക് എന്തൊക്കെയോ നമ്മുടെ അടുത്ത ആൾക്കാർ പോലും നമുക്ക് ഇതുപോലെ ചെയ്യില്ല. സ്വന്തം രക്തബന്ധങ്ങളെ കിട്ടിയ നേരത്ത് നമുക്ക് വേണ്ടി ഇവരെല്ലാം എപ്പോഴാണ് ശരിക്കും എൻ്റെ കൂടപ്പുറപ്പ് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ആരൊക്കെ ഉണ്ടായിരുന്നു യൂട്യൂബിലൂടെ ഞാൻ ഇന്ന് എൻ്റെ സ്വന്തം ഫാമിലിയാണെന്ന് പറയുമ്പോൾ ആരൊക്കെ എൻ്റെ കൂടെ നിന്നു എന്നുള്ളതിന് ഒരുപാട് തെളിവാണ് കേട്ടോ. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നമ്മളതിനെ വിളിച്ചന്വേഷിച്ച് അത് തരാനായിട്ട് മനസ്സ് കാണിച്ച ഒത്തിരി പേരുണ്ടായിരുന്നു, ഒരുപാട് പേര്. അതിന് ഒത്തിരി സന്തോഷം നമുക്ക് പറയാനായിട്ട് വയ്യ കേട്ടോ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു ചെറിയ കാര്യമാണ്, മറ്റുള്ള കാര്യങ്ങളെ പോലെയല്ലല്ലോ, ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നത് കൊണ്ട് എനിക്കിപ്പോൾ തൽക്കാലം വേണ്ട, എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഞാനത് സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ സന്തോഷത്തോടെ ഞാനത് തിരിച്ച് മടക്കിയിട്ടുള്ള നേരങ്ങളായിരുന്നു. പക്ഷേ എന്നാലും നമ്മളോടത് ചോദിക്കാം, ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തിനാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ അങ്ങനെ പറഞ്ഞ് നമ്മളുടെ അടുത്ത് നിർബന്ധിച്ച് തരാൻ നിന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കത് മറക്കാൻ പോലും പറ്റില്ല കേട്ടോ. ആ ഒരു ചോദ്യം, ആ ഒരു കൂടെ നിർത്താൻ കണ്ടിട്ടുള്ള ആ ഒരു മനസ്സ്, അത് അത്രത്തോളം നമ്മളതിനെ എന്താ പറയുക, എനിക്കത്രയും നമുക്ക് കരഞ്ഞു പോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചിലതൊന്നും നമുക്ക് വീഡിയോയിൽ പറയാൻ പറ്റില്ല. അത്രത്തോളം നമ്മുടെ കൂടെ കരുതലായി നിന്ന ചില വ്യക്തികളുണ്ട്. അത്രയും അപ്പം എല്ലാവരും അങ്ങനെ ചെയ്തില്ല എന്നല്ല പറയണ്ടത്, അത്രയും നമ്മളതിനെ സ്ട്രോങ് ആയിട്ട് ഞങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ള അറിയിച്ച കുറേ ആൾക്കാർ നമ്മുടെ ഈ യൂട്യൂബിൽ നിന്ന് എനിക്ക് നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ നിന്ന് ഞാൻ അഹങ്കരിച്ച് പറയാറുണ്ട്, ഇതെൻ്റെ ഫാമിലിയാണെന്ന്. സത്യം പറയാലോ, എൻ്റെ രക്തബന്ധങ്ങൾ, എൻ്റെ ബന്ധുക്കൾ, എൻ്റേതായിട്ടുള്ള ആൾക്കാർ എന്നെ മാറ്റി നിർത്തിയ സമയങ്ങളിൽ നമ്മൾ അക്ഷരങ്ങളിലൂടെ മാത്രം കണ്ട
ഇത്രയും എൻ്റെ കൂടപ്പിറപ്പുകൾ ഇവരെ സത്യം പറഞ്ഞാൽ നമുക്ക് അവരല്ലേ എനിക്ക് കൂടപ്പിറപ്പുകൾ. അത് സാമ്പത്തികമായിട്ട് സഹായിച്ചതുകൊണ്ടോ സഹായിക്കാമെന്ന് പറഞ്ഞതുകൊണ്ടോ സഹായിച്ച് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, ഒരു നേരം നമ്മളെ കാണാതെ ആയപ്പോൾ അന്വേഷിച്ച് വന്ന ആ ഒരു ബന്ധങ്ങളെ ഞാൻ എൻ്റെ മരണം വരെ ഞാൻ മറക്കില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ രാജുവേട്ടന് ഇതിനെക്കുറിച്ച് പറയാത്ത ദിവസങ്ങളില്ല. അത്രത്തോളം അവർ ആ കരുതലോടെ നമ്മളെ കാത്ത് കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വന്നതിന് ശേഷം എനിക്ക് ഈ ഒരു ഫാമിലി എനിക്ക് തരുന്ന സപ്പോർട്ട്, അത് സത്യം പറഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ ഞാൻ മാറിപ്പോയിരിക്കുന്നു. ആദ്യം ഞാൻ കരഞ്ഞിരുന്നിരുന്ന ആളല്ല. ഇപ്പോൾ എനിക്ക് ആ ഒരു ഹോസ്പിറ്റൽ ദിവസങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ സത്യമായിട്ട് എന്നെ മാറ്റിയെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചൊക്കെ എനിക്ക് ധൈര്യം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഒത്തിരി സഹായിച്ചത് എൻ്റെ യൂട്യൂബ് കുടുംബാംഗങ്ങൾ തന്നെയാണ്. അവരെ ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ ഒരു വീഡിയോ ചെയ്തതിലൂടെ മാത്രമല്ല, അല്ലെങ്കിലും എനിക്ക് അവരെൻ്റെ കൂടെ എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും കൂടെ നിന്നിട്ടുണ്ട് കേട്ടോ. ഒരിക്കലും ഞാൻ ഓരോ അംഗങ്ങളെ ഒരാളുടെയും പേരെടുത്ത് പറയേണ്ട കാര്യമില്ല. നമുക്ക് ഒരുപാട് മെമ്പേഴ്സ് ഇല്ല, നിങ്ങൾക്കറിയാലോ. അതിലൊരാൾ പോലും നമുക്ക് വിട്ടുപോകാനില്ല. എൻ്റെ കൂടെ തുടക്കത്തിൽ നിന്ന് ഇതുവരെ നിൽക്കുന്ന അംഗങ്ങളെല്ലാവരും നിങ്ങൾക്കറിയാലോ. നിങ്ങൾ തന്നെയല്ലോ ഒത്തുകൂടുന്നത് അവിടെ. ആ ഒരു ഫാമിലി മെമ്പേഴ്സിൻ്റെ ആ ഒരു ഒത്തൊരുമ, ആ ഒരു സ്നേഹം, വിശേഷങ്ങൾ നമ്മളോട് ചോദിക്കാനുള്ള ആ ഒരു മനസ്സ് കാണിച്ചത്, അതെല്ലാം നമുക്ക് ഒത്തിരി 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 പ്രിയപ്പെട്ടതാട്ടോ. ഒത്തിരി നമുക്ക് മറക്കാൻ പോലും പറ്റില്ല. ഞാൻ രാജുവേട്ടനത് പറയാത്ത ദിവസങ്ങളും ഇല്ല. നമുക്ക് എപ്പോഴും നമുക്കത് പറഞ്ഞ് അതിൻ്റെ വില കുറയ്ക്കാനും താല്പര്യമില്ല. പക്ഷേ ഒരുപാട് നന്ദി എല്ലാവരോടും. എനിക്കൊരു വീഡിയോ ചെയ്ത് പറയണം എന്നുള്ളത് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോയ്ക്ക് ഇന്ന് എത്ര ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്പ് അത് ശരിയാവണില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. കുറച്ച് നാൾ കഴിഞ്ഞ് അതെല്ലാം ഇനി ശരിയാക്കണം എന്നുണ്ട്. പിന്നെ രാജുവേട്ടന് ഈ ഒരു അവസ്ഥയിൽ എനിക്കതൊക്കെ പറഞ്ഞ് എനിക്കൊരു ബുദ്ധിമുട്ട് കൊടുക്കാൻ വയ്യ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ വീഡിയോ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. ഇതിലൂടെയാണ് എനിക്ക് എന്തെങ്കിലും എൻ്റെ കൂടെ നിൽക്കാനെങ്കിലും ഇത്രയും പേരുണ്ടായത് എനിക്ക് ഇതിന്നല്ലേ. അതൊരു ചെറിയൊരു സപ്പോർട്ടല്ല, ഒരു വലിയ സപ്പോർട്ടാണ് കേട്ടോ. നിങ്ങൾ വിളിച്ച് ചോദിക്കുന്ന ആ ഒരു ചോദ്യം, ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ട്. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഫോൺ കിട്ടാത്തത്, അല്ലെങ്കിൽ നമ്മൾ ഫോണിലേക്ക് നോക്കാൻ നമുക്ക് സമയമില്ലായിട്ട്, മെഡിക്കൽ കോളേജിലൊക്കെ അഡ്മിറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, നമുക്ക് ഫോൺ നോക്കാൻ പോലും അവിടെ നമുക്ക് അതിനെല്ലാം നേരം, സത്യം പറഞ്ഞാൽ അവിടെ നമുക്ക് ആ ബെഡിൻ്റെ സൈഡിൽ വന്നിട്ട് ഇരിക്കാനുള്ള സമയം വളരെ ചുരുക്കമാണ് കേട്ടോ ഉണ്ടാവുക. അത് ഓരോ സമയത്ത് നമുക്ക് അഡ്മിറ്റ് ആയിട്ടുള്ള പ്രൈവറ്റിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടം തന്നെയാണ് ഓട്ടം. എല്ലാവരും പറയും, നമ്മൾ പറയും കയറി ഇറങ്ങി തോറ്റു എന്നുള്ളത് ഞാൻ പലപ്പോഴും പറഞ്ഞപ്പോൾ ലിഫ്റ്റ് ഉപയോഗിക്കായിരുന്നില്ലേ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. ലിഫ്റ്റിലല്ലല്ലോ കാര്യം. നമുക്കവിടെ മെഡിസിന് വരി നിൽക്കണം, ഫുഡിന് വരി നിൽക്കണം, ഡോക്ടേഴ്സ് വരുമ്പോഴേക്ക് തിരിച്ചെത്തണം, ചായ, രോഗിക്ക് വേണ്ട സംഭവങ്ങളൊക്കെ നമുക്ക് എത്തിച്ചു കൊടുക്കണം. ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഓട്ടം. ഞാൻ മാത്രമല്ല, എല്ലാ രോഗികളും അങ്ങനെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഫോൺ എടുത്തില്ല എന്നുള്ള പരാതി പറഞ്ഞവരോട് നമുക്ക് അവിടെ സമയം തികയുന്നുണ്ടായിരുന്നില്ല. ആകെ കൂടെ ഒരു 2:30 മുതൽ ഒരു 3 മണി വരെയുള്ള ഒരു സമയമാണ് നമ്മൾ ആകെ കൂടെ റെസ്റ്റ് എടുക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നത്. പിന്നെ രാത്രി ഒരു ഏകദേശം ഒരു 10-10:30 കഴിഞ്ഞാലാണ് പിന്നെ ഒന്ന് ഫ്രീ ആവുക. അതുകൊണ്ടൊക്കെയാണ് ഫോണിൽ കറക്റ്റ് റിപ്ലൈ തരാത്തതിന് ഒരു സോറി ഞാൻ ചോദിക്കുന്നുണ്ട് എല്ലാവരോടും കേട്ടോ. പിന്നെ വിളിച്ച് നമ്മുടെ കൂടെ നിന്ന എൻ്റെ ഫാമിലി എല്ലാ മെമ്പേഴ്സിനും മനസ്സറിഞ്ഞ് നന്ദി ഞാൻ അറിയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനി നിങ്ങളുടെ എല്ലാ സഹകരണവും എനിക്ക് ഉണ്ടാവണം. കൂടെ നിന്ന് ഒരു കൈത്താങ്ങായിട്ട് നിന്ന് എല്ലാവർക്കും ഒത്തിരി നന്ദി ഞാൻ അറിയിക്കുന്നുണ്ട്. രാജുവേട്ടന് വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് കേട്ടോ പറയണത്. ഈ വീഡിയോ ഇടാനായിട്ട് ഞാൻ വൈകി പോയത്, എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം വരുമ്പോഴേ കുറച്ച് വയ്യായ്കയൊക്കെ ഉണ്ടായിരുന്നു, ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ശബ്ദമൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല, തീരെ വയ്യായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് മറന്നുപോയത്. നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എനിക്കൊരു വീഡിയോ ചെയ്യാതിരുന്നാൽ ഞാനല്ലാതെ ആയിപ്പോവില്ലേ, അല്ലെങ്കിൽ ഞാൻ നന്ദി ഇല്ലാത്തോളായി പോവും. അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നുണ്ട്. ഇനിയും നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു കൂടെ നിൽക്കുന്നു എന്നുള്ള ആ ഒരു ധൈര്യം എനിക്ക് ഇനി നിങ്ങളുടെ സൈഡിൽ നിന്ന് വേണം. ഇത്രയേ പറയുന്നുള്ളൂ. പിന്നെ എല്ലാവർക്കും നന്ദി. പിന്നെ എല്ലാവരും വിഷു നല്ല രീതിയിൽ ആഘോഷിക്കുക, നല്ല സന്തോഷമായിട്ട് ആഘോഷിക്കുക. രാജുവേട്ടന് ഇനി ചൊവ്വാഴ്ചയാണ് അവർ എന്താ പറയുക, കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വീണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും രാജുവേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുക. അസുഖങ്ങളൊന്നും ഇനി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, ബില്ലുടുപ്പിൻ്റെ അളവൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം എല്ലാവരുടെയും പ്രാർത്ഥന ഇനിയും ഞങ്ങൾക്ക് വേണം കേട്ടോ. ചൊവ്വാഴ്ച നമുക്ക് ഇത്തിരി ആശങ്കയിലാണ് ചൊവ്വാഴ്ച എന്നുള്ളത്. അപ്പോൾ എല്ലാവരും അത് എല്ലാം മാറ്റി തരണേ എന്നുള്ള ഒരു പ്രാർത്ഥന കൂടെ ഉണ്ടാവണം.
എല്ലാവരും പ്രാർത്ഥന ഉണ്ടെങ്കിൽ ആ ഒരു പ്രാർത്ഥന ഞങ്ങൾക്ക് നല്ലൊരു ധൈര്യമായിട്ട് എൻ്റെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞവരെല്ലാം ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലം നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന ഇനി ഞങ്ങൾക്ക് 2 പേർക്കും വേണം. ഈശ്വരാനുഗ്രഹം നിങ്ങൾക്കും തിരിച്ചു കിട്ടട്ടെ. അപ്പോൾ ഇത്രയൊക്കെ പറയണുള്ളൂ. ഇനി എന്തൊക്കെയാണ് പറയണമെന്നുള്ളത് എനിക്കെന്നെ അറിയണില്ല. എല്ലാവരുടെയും സഹായങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഒത്തിരി നന്ദി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ക്ലാരിറ്റി കുറവാണ്, മറക്കരുത് കേട്ടോ. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു ഓൾ.